ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാഹ് ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ വീഡിയോ ഇടാറില്ല, ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ ചെറുതിനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്. പിന്നെ ശരിക്കും ലാസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ലാസ്റ്റ് ഡേറ്റ് എന്താ പറയുക, സെപ്റ്റംബർ 27, അതായത് ഞാൻ ലേബർ റൂമിൽ പോയ അന്ന് രാവിലെ അപ്ലോഡ് ആക്കിയിട്ട് ഞാനന്ന് ഇങ്ങനെ ലേബർ റൂമിൽ കയറി. പിന്നെ 29 സെപ്റ്റംബർ 29 ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെയൊക്കെ അതിൻ്റെ ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഇപ്പം 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടപ്പം എത്ര വ്യൂസ് അറിയോ? 80 വ്യൂസ്. ഞാനങ്ങനെ ഷോക്കായി പോയത് എന്താണെന്ന് വെച്ചിട്ട്. കാരണം അത്രയും വീഡിയോസ് ഇടാത്തതിൻ്റെ ഒരു ഇതാവും, ലൈവും ഒക്കെ അങ്ങനെ സ്റ്റോപ്പാക്കി വെച്ച്. ഇപ്പോൾ ഏകദേശം ഒരു 5 മാസത്തോളമായിട്ടുണ്ടാവും വീഡിയോ ഒന്നും ഇടാന്ന് വെച്ചിട്ട്. അപ്പം പിന്നെ ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടാന്ന് വെച്ചപ്പം അതും വീഡിയോസ് നിർത്തില്ല. അതിനും കുറേ കാരണങ്ങളുണ്ടായിരുന്നു വീഡിയോ എടുക്കാത്തതിന്. എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും ഇടന്ന് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഡെലിവറിയുടെ ഇത് പറയുകയാണെങ്കിലും ഇപ്പം സത്യം പറഞ്ഞാൽ ഡെലിവറിയുടെ ഒരു സ്റ്റോറി പറയാമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം വീഡിയോസ് നമ്മൾ എടുത്തതായിട്ട് വോയിസ് കൊടുക്കാമെന്ന് വെച്ചാൽ വീഡിയോസ് അങ്ങനെ എടുത്ത് വെച്ചൊന്നുമില്ല, ഒന്നും എടുത്തിട്ടില്ല. കാരണം കുറേ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഒരു ഓൺ വോയിസിൽ എല്ലാ കാര്യങ്ങളും പറയാന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാം കൂടി വന്നത്. കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ പറയുന്നത്. അപ്പം പകലെന്ന് പറഞ്ഞാൽ ഒത്തിരി വർക്ക് ഉണ്ടാവും. പിന്നെ ഇനി വർക്ക് ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ചെയ്യും, വീഡിയോ ഇടുമ്പോഴത്തേനും കുട്ടി എണീക്കും. അവന് അത് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒരു ദിവസം പകൽ ഉറങ്ങുന്നത്. 3 പ്രാവശ്യം ചിലപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ 2 പ്രാവശ്യം. അതിൽ തന്നെ പൂജക്കുട്ടി പോലെയാണ്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും എനിക്ക് എന്നെ പണികളുണ്ടാവും. അതുകൊണ്ട് പിന്നെ അവനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതാണ് വീഡിയോസും ഓൺ വോയിസും ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നത്. ഇപ്പൊ തുടങ്ങിയിട്ട് ഞാൻ ലൈവ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ആക്കിയാലും ഫസ്റ്റ് ഇതുപോലെ തന്നെ അധികാരം ഇല്ലാഞ്ഞിട്ട് ഒരുമാതിരി ഇപ്പൊ എനിക്കെന്തോ പോലെ അത്രയും ആൾക്കാർ ഉണ്ടായിട്ടില്ലാണ്ട് ലോങ് വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ആ പ്രസവത്തിന്റെ മുന്നേ ഞങ്ങൾ രണ്ടാളും ഓൺ വോയിസിൽ വന്നിട്ട് ലോങ് വീഡിയോ ഇട്ടാണ്. അത് ആ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ലോങ് വീഡിയോ ഇട്ടാണ്. ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെന്താണ് സെപ്റ്റംബർ 27 അല്ലേ, 27 അന്ന് അങ്ങോട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഉണ്ടായത് ഇവിടുന്ന് ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ എനിക്കിങ്ങനെ ചെറുതായിട്ട് പെയിന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് അങ്ങനെ എല്ലാം പറയാം ലാസ്റ്റ് വെച്ചിട്ട് ആഴ്ചയിൽ എന്തായാലും ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു നന്നായിട്ട്, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് പെയിൻ വരും. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പെയിൻ വരും. പിന്നെ അതുകൊണ്ട് കുറയും. രാത്രി ലാസ്റ്റ് ഒരു മാസത്തോളം വെച്ചിട്ട് ഞാൻ ഉറങ്ങുന്ന തന്നെ 2 മണി വരെയൊക്കെ. അത്രയും മോനിക്ക് വേദനയും കാര്യങ്ങളായിട്ടൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ പിന്നെ ആ ടൈമിൽ തന്നെ വെച്ചിട്ട് എനിക്ക് ബ്ലഡിൽ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറഞ്ഞ്. വേറെ അതുവരെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ടെസ്റ്റിന് പോയാലും എൻ്റെ ഷുഗറോ ബി പി അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഒന്നുമില്ല. അപ്പം അവരും പറയും, കാരണം അത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഡെലിവറി ആയിട്ട് പോലും പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കൊരു ഇതുണ്ട്. കാരണം ഞാൻ ബ്ലഡ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റർ ആരൊക്കെ പറയും പ്രശ്നമൊന്നുമില്ലല്ലോ, അതന്നെ വലിയ കാര്യം എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സമാധാനിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ വേദന ആഴ്ചയിൽ എന്തായാലും ഡോക്ടറെ അടുത്ത് ലാസ്റ്റ് വെച്ച് വീക്കെൻഡിൽ ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ 3 ആഴ്ചയൊക്കെ ആയിട്ട് ആഴ്ചയിൽ പോകലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറവ് തന്നെ, കൂടുന്നുണ്ട്. ഫുഡും നോക്കുന്നുണ്ട്, പക്ഷെ മെഡിസിൻ ഉണ്ട് എന്നെങ്കിലും കൂടുന്നില്ല. ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടറിന് വലിയ കുഴപ്പമില്ല. പിന്നെ മുന്നത്തെ നോർമൽ ഡെലിവറിയാണ്, വേറെ ഇഷ്യൂസൊന്നും കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എന്തായാലും നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആയിട്ട് ഞാൻ അതുപോലെ ഹോസ്പിറ്റലിൽ പൊന്നാനി ഹോസ്പിറ്റലിനെ കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങള് പോയി മധുരഞ്ചേരിലെ കാണിച്ചത്. നല്ല ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും നല്ല ആദ്യം കാണിച്ചത്
മറ്റേ യൂണിറ്റിൽ കാണിച്ച് പിന്നെ അവിടുന്ന് കൊണ്ട് പോകുന്നതാണ്. മദർ ചൈൽഡിൽ കാണിക്കാനില്ല നല്ല ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് പിന്നെ ആൾക്കൊരു മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എന്റെ കുട്ടികൾ ജനിക്കണം എന്നുള്ളൊരു മൈൻഡ് കൂടി വെച്ചപ്പോ നോക്കിയെന്നിട്ട് അങ്ങോട്ട് മാറിയത്. പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഡോക്ടേഴ്സൊക്കെ നല്ല തന്നെയായിരുന്നു, കുഴപ്പമൊന്നുണ്ടായിരുന്നു, നല്ല ക്ലീൻ ആയിട്ട് നല്ല ഹോസ്പിറ്റൽ തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞപ്പോൾ അവർ ലാസ്റ്റ് പെയിനുള്ളപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഓക്കെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇനി ചിലപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ഡെലിവറിക്കും പെട്ടെന്ന് അല്ല സി സെക്ഷനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷെ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിരുന്നു പോയിരുന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ശനിയാഴ്ച, അതായത് സെപ്റ്റംബർ 27 ശനിയാഴ്ച ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു. എനിക്കാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി തൊട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. വേദന എടുത്തിട്ട് എൻ്റെ ഫേസൊക്കെ ഒരുമാതിരി അയക്കായിരുന്നു. അങ്ങനെ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ രാവിലെ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാണിച്ച് അവർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ ഇന്നത്തെ ഡെലിവറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ടൈം ആയിട്ടുണ്ട്, ശരിക്കും നമുക്ക് ഒക്ടോബർ 13 ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്കൊക്കെ അത് ഈ ഇടയ്ക്കിടയ്ക്ക് പെയിന് കാരണം വണ്ടി അത് മോനെ എനിക്കുള്ളപ്പോഴും അങ്ങനെ തന്നെ വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആക്കി തന്നെ പോയത്. പിന്നെ രണ്ടാമത്തെ ഡെലിവറിക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു തന്നെ വരുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഡോക്ടർ തന്നെ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഇന്ന് ഡെലിവറി ഉണ്ടാവും, ആൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആണെങ്കിലും ആ ഒരു വേദന എനിക്കുള്ളതുകൊണ്ട് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, മുത്തന്നെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മദറേ ചേട്ടൻ്റെ ഒരു ഇതറിയാലോ, അവിടേക്ക് മുകളിലാണ് ലേബർ റൂം, അവിടേക്ക് ആണുങ്ങളൊന്നും കയറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആരും വീഡിയോ എടുത്ത് തരണമെന്നില്ല. അതുകൊണ്ട് ലേബർ റൂമിൽ കയറിയ ദിവസം കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ മുകളിലായിട്ട് ഒറ്റയ്ക്ക് മുകളിലായിട്ടിരിക്കുമ്പോൾ താഴെ ഇവരിയ്ക്കുമ്പോൾ ഇവർക്കും ഭയങ്കര ടെൻഷനായിട്ട് ഇവരും താഴത്തതൊന്നും വീഡിയോ എടുത്ത്. പിന്നെ അപ്പം ഞാനില്ലാത്തപ്പോൾ എന്ത് വീഡിയോ എടുത്തിട്ട് എന്താ കാര്യം പറഞ്ഞിട്ട് അത് ഇവരും ചെയ്തില്ല. അവരിങ്ങനെതായിട്ട് ഇന്നങ്ങനെ വെയിറ്റ് ചെയ്യും, ഞാൻ വരുമോ താഴത്തേക്ക് വരുമോ എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇവർ ഇരിക്കുക. അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടെന്ന് എനിക്കൊരു 1:30 ആയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഡോക്ടർ പറഞ്ഞ് എനിക്കെന്നെ അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ പോട്ടെ എന്ന് വെച്ചു. താഴത്തുനിന്ന് മുത്ത് വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് പോയിട്ട് കയറും. അപ്പോൾ അവരോട് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ വരും, വന്നിട്ട് എന്തായാലും നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഫുഡ് കഴിക്കാന്നാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനക്കം നോക്കുന്നുണ്ട്, BP നോക്കുന്നുണ്ട്, പിന്നെ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ അവിടെ ഇന്ന് ഡെലിവറി ഉണ്ടാവുന്നുണ്ട്, എന്നൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആ ഡോക്ടർ വന്ന ടൈമിൽ അവർ നോക്കിയപ്പം അനക്കം നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, BP നോക്കിയപ്പോൾ 160 ആയി. എനിക്ക് എപ്പോഴും BP കുറവാണ്. അങ്ങനത്തെ ഇനി പ്രഗ്നൻസിയിലായാലും നോർമൽ ടൈമിലായാലും പേടി കൂടിയൊന്നുമല്ല, BP കുറവുള്ള ആള് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു BP കൂടി. അപ്പോൾ അവരിനോട് ചോദിക്കുക എന്തിനാ ടെൻഷൻ ഉണ്ടാ, എന്തിനാ പേടി? ഞാൻ പറഞ്ഞു എന്തിനാ ടെൻഷൻ, അല്ല പേടി വന്നോ, പെയിൻ ഉള്ളതുകൊണ്ട് പേടി വന്നോ? പിന്നെ പെയിൻ ഉള്ളതുകൊണ്ട് പേടിയൊന്നുമല്ല, പെയിൻ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് വരുള്ളൂ. ഉണ്ണിനെ പുറത്ത് എടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും പെയിന് വരണം. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് പിന്നെ ഒരു നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഡെലിവറിയുടെ ആ ഒരു പെയിൻ നമ്മൾ സഹിക്കുന്നത് നമ്മളൊരു പ്രഗ്നൻ്റ് ആയ ഒരു ഇതിൽ തന്നെ മൈൻഡ് സെറ്റാക്കി വെച്ച കാരണം ചെറിയൊരു ഇതുണ്ടാവും. പക്ഷെ പെട്ടെന്നൊന്നും എനിക്കങ്ങനെ പെയിനും കൂടുകയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വേദന, ഒരു എന്താ പറയുക ടെൻഷൻ വരിക അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു പെയിനുകൾ നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ, അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർക്കും BP കൂടി, ഓൾറെഡി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവും പിന്നെ BP ഹൈ ആയപ്പോൾ പിന്നെ അവർക്ക് പേടി. പിന്നെ എന്താ ആ ഹോസ്പിറ്റലിൽ ICU ഉണ്ടോ? NICU ഇല്ല, കുട്ടികൾക്ക് കിടത്താൻ NICU ഇല്ല. അപ്പൊ ഇവരെന്താ വെച്ചാൽ BPയുടെ മരുന്ന് BP എന്തായാലും കുറക്കണമല്ലോ, നമുക്ക് ഡെലിവറി BP എന്തായാലും കുറക്കണം. ആ കുറക്കുന്ന ഒരു ഇതിൽ മെഡിസിൻ കയറ്റിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും NICU കയറ്റാൻ അവിടെ NICU ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വേറെ തൃശ്ശൂർക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു കുഴപ്പമില്ലാത്ത കാരണം ഞാൻ ചോദിക്കണേ എന്താ അതിന് കൊണ്ടുപോകേണ്ട ആവശ്യം, എന്താ പ്രശ്നം, അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഇന്ന് ഡെലിവറി ഉണ്ടാവും, 1 മണിക്കൂറിനുള്ളിൽ എന്തായാലും തൃശ്ശൂർ എത്ര ഹോസ്പിറ്റലിൽ മാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവരെ താഴത്തുനിന്ന് മേലൊക്കെ അത്രയും സമയം കയറ്റാത്ത കാരണം
ജെൻസിന്റെ മേലക്ക് അലോടല്ല. എന്നിട്ട് എനിക്കെന്നാ വെള്ളമൊക്കെ വാച്ച്മാനെ കൊടുക്കുന്നു, അത്രയും വരെ കയറ്റില്ല. എന്നിട്ട് ഡോക്ടർ ഇവരെ വിളിക്കുന്നു പറഞ്ഞു. ഇവരെ വിളിച്ച് ലേബറിനോട് വിളിച്ച് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോകണം, 1 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോകണം. അന്ന് ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞങ്ങളെ വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വണ്ടിയിൽ സാധനങ്ങളുണ്ട്, ഞങ്ങൾ റൂം അഡ്മിറ്റ് ആകുന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ വണ്ടിയല്ലേ, അപ്പോൾ കാറിൽ പോകാലോ, പ്രശ്നമില്ല, അപ്പോൾ അതൊക്കെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, 1 മണിക്കൂറിനുള്ളിൽ എന്തായാലും തൃശ്ശൂർ എത്തിയിരിക്കണം, ഞങ്ങൾ കാറിൽ പോയാലും ശരിയാവില്ല, അത്രയ്ക്ക് അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മളെ പേടിപ്പിച്ച പോലെ ഞാനിവിടെ എന്താ പോയി നടക്കണേ എന്നുള്ള ഒരു ഇതില് എന്താ ചെയ്യാരെ വിളിക്കുക, അങ്ങനെ ഒരു നമ്മളൊരു പ്ലാൻ. അവിടുന്ന് താത്താനെ വിളിച്ച് ഇവളെ താത്തണ്ട്, അവരെ വിളിച്ചപ്പോ അവര് മറ്റേ ഇടക്കിയൂരാണ്, ചാവക്കാട്. അപ്പൊ അവരോട് ചോദിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന്, ഞങ്ങൾ റോട്ടുമ്മ ഇറങ്ങി നിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ വരുമ്പോ അവിടുന്ന് സ്റ്റാർട്ട് ആയാലും വിളിച്ചാൽ മതി, റോട്ടുമ്മ ഇറങ്ങി നിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ആംബുലൻസിന്റെ ഡ്രൈവറോട് ചോദിച്ചു നമ്മളെങ്ങനെ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ് നമ്മളെ എടപ്പാൾ വഴിയാണ് പോണത്, ആ വഴിയാണ് പോണതെന്ന് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നാനി വഴി പോകാൻ പറ്റുമോ, അവിടെ ചാവക്കാട് വഴി പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ ആള് വന്നിട്ടുണ്ട്, അപ്പോൾ അവരെയും കൂടി വണ്ടി കയറ്റാൻ തോന്നി. അപ്പൊ ആംബുലൻസിന്റെ ഡ്രൈവർ പറഞ്ഞത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വഴിക്ക് നിൽക്കുന്ന ഒരു പരിപാടി ഈ ആംബുലൻസിൽ ഇല്ലാന്ന്. കാരണം മറ്റേ പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്നാൽ അത് ഞങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് അവർ എടപ്പാക്കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഫുൾ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിത് ആദ്യമായിട്ടില്ല ആംബുലൻസിലോ കയറണം എന്ന് ആഗ്രഹമാണ്, പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതിപ്പോ അവര് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയാണ്, നിനക്ക് ഞാൻ ഫ്രണ്ടിലൊക്കെ കയറാന്നൊക്കെ വിചാരിച്ചാണ്. എന്ത് ആംബുലൻസിന്റെ സ്പീഡിലുള്ള പോക്ക് നമുക്ക് എന്തായാലും ഒരു ഇതല്ലേ, ഒരു ഇൻട്രസ്റ്റ് അല്ലേ, അവരെങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളതൊക്കെ കാണാനും. എനിക്ക് മുന്നേ വണ്ടി ഓടിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരെ വണ്ടി ഓടിക്കൽ എങ്ങനെയാണ്, ഗിയറൊക്കെ ഇടുന്നത് എങ്ങനെയാണ് ഇതാക്കണതൊക്കെ കാണാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ പറ്റില്ല, ആംബുലൻസ് കയറി അത് കാണാൻ പറ്റില്ല. വണ്ടിയിൽ സാളൊക്കെ എടുത്ത് ഹൃദയ കഷ്ടപ്പെടുമ്പോ ആളൊറ്റയ്ക്ക് ഇന്നെ ഉള്ളിൽ കയറ്റി, സാളൊക്കെ എടുത്ത് വണ്ടി കയറ്റി, ആ തിരക്കും എപ്പോഴും കൂടി ഫോണ് കയ്യിൽ നിന്ന് വീണ് ഡിസ്പ്ലേ പോയി. വീണതല്ല, എന്റെ ഫോണിന്റെ പോക്കറ്റിലായിരുന്നു. ഈ വെപ്രാളം കൊണ്ട് ഞാൻ പോക്കറ്റിലിട്ട് വെച്ചാല് ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതിന്റെ ബോട്ടിലാന്ന് തോന്നുന്നു, അല്ല കുപ്പിന്റെ ബോട്ടിലാണ്. അതുള്ള പോക്കറ്റിലാണ് ഞാൻ ഫോൺ ഇട്ടത്. അത് ഈ ഫോണിന്റെ കറക്റ്റ് ഡിസ്പ്ലേന്റെ മേലെയാണ് ഈ ഫോണ് ഈ ബോട്ടിലിരുന്നത്. അപ്പൊ ഞാൻ ഈ സീറ്റുമ്പോ ഇരുന്നപ്പോ സീറ്റ് കുറച്ചൊരു ചെറിയൊരു ഇതിലാണ്, ഒരു കുഷ്യനുള്ള സീറ്റാണ് തോന്നുന്നു. അപ്പൊ അതിന്റെ മേലെ ഇരുന്നപ്പോ ഞാൻ ഇതിന്റെ പോക്കറ്റ് ടൈറ്റ് ആയപ്പോ അത് ഇവിടുന്ന് പൊന്നാനിന്ന് മറ്റേ തൃശ്ശൂർ വരെ അതേ ഇതിൽ തന്നെ ഇരുന്നത്, അതേ രൂപത്തിൽ തന്നെ, അവിടുന്ന് മാറ്റാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല, അതേ രൂപത്തിൽ തന്നെ ഇരുന്നത്. അങ്ങനെ അത് കഴിയുമ്പോൾ ജാമായിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് ഡിസ്പ്ലേ മൊത്തം അടിച്ചു പോയിട്ട്. പിന്നെ ആളുടെ കയ്യിൽ എന്റെ ഫോണുള്ളതുകൊണ്ട് പിന്നെ ഒരു രക്ഷപ്പെടാതെ വിളിക്കാനൊക്കെ പറ്റിയില്ല. അപ്പൊ എന്റെ താത്താക്ക് ഇതുപോലെ വിളിച്ചു പറഞ്ഞ് ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി, തൃശ്ശൂർക്ക് പോയി, ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇവിടുന്ന് ഞങ്ങൾ ആ പോക്ക് പോയി. ഞങ്ങൾ ഇതെന്താ സംഭവിക്കുന്നത്, എനിക്കങ്ങനെ ആംബുലൻസ് കയറി ടെൻഷനല്ല, അപ്പോഴും ടെൻഷനല്ല കേട്ടോ. എന്താ വെച്ചാല് നല്ല സ്പീഡിൽ വണ്ടി പോകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ പെയിനുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, അതാണ് എനിക്കുണ്ടായിരുന്നത്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കയറുമ്പോ ചുരുങ്ങും കാലൊക്കെ ആയിട്ടാണ് അവിടുന്ന് കയറിയത്. പിന്നെ വണ്ടി പകുതി എത്തിയപ്പോ എടപ്പാളൊക്കെ എത്താനായപ്പോ ഫിനാനെ പിടിച്ച് വണ്ടി കയറ്റാൻ ഞാൻ പറഞ്ഞു ഈ വണ്ടി ഓടി നിർത്തില്ല, നേരെ അല്ല അതൊരു നല്ല സ്പീഡിൽ പോകുമ്പോഴേ ഇതിങ്ങനെ കിട്ടുന്നൊരു ജെർക്ക് ചെയ്യണല്ലേ, ആംബുലൻസ് അല്ലേ, പിന്നെ എന്താ പറയാ ഒരു നമ്മളിങ്ങനെ കിടക്കല്ലേ, നമുക്കൊരു കംഫർട്ട് അല്ലേ, പ്രഗ്നന്റ് ആയിട്ട് കിടക്കുമ്പോ ഒരു സുഖം ഉണ്ടാവുമല്ലോ, എന്നാലും ഒരു സുഖമില്ല. നമ്മളിവിടെ ബെഡ്മ മറ്റേ എക്സ്ട്രാ അതൊക്കെ വെച്ച് കിടക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ബെഡ്മ കിടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ആ പോത്തക്ക് പോവുക, ആദ്യമൊക്കെ വേദന ഉണ്ടാച്ചു, കുഴപ്പമൊന്നുമില്ല, പിന്നാണ്ട് വേദന ഉണ്ടാച്ചു, ആ വേദന ഉണ്ട്, ഇളകിട്ട് വന്ന വേദന വേദനക്കുണ്ട്.
ഇങ്ങനെ അതികൂടെ തലേദിവസം എനിക്ക് ഇങ്ങനെ തലേദിവസം എനിക്ക് വേദന ഓടിക്കണം. അപ്പൊ അത്രയും നമ്മള് വേദന ഇങ്ങനെ സഹിച്ചിരിക്കില്ല. ഹെവി ആയിട്ടുള്ള പെയിൻ അല്ല കേട്ടോ, എന്നാലും നമുക്കൊരു ഹാഫ് സ്റ്റേജിലൊക്കെ വരില്ല, ലേഡീസിനൊക്കെ അറിയാം. സിസ്റ്ററും കൂടി അപ്പൊ നോക്കാൻ വേണ്ടി ഒരു സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത്രയും സ്പീഡിൽ പോയപ്പോ നമുക്കൊരു ഇതൊക്കെ. പിന്നെ അവിടെ എത്തിയതും നേരെ അവര് ലേബർ റൂമിലേക്കും കണ്ടു കയറ്റാ. ഇയാളെന്ന് പറഞ്ഞാൽ അപ്പത്തേക്കും താത്തൊക്കെ അവിടെ എത്തിയിട്ടാ. പക്ഷെ ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആംബുലൻസിൽ ആള് മാത്രമായിട്ടൊക്കെ ഒരു പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ ആളെ കൊണ്ടുവന്ന് കയറുമ്പോൾ നല്ല ടെൻഷനായിരിക്കും. പിന്നെ എനിക്ക് ഫോണൊന്നും എടുത്തിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പൊ ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് അതിനുള്ളിൽ നിന്ന് കയറിയിട്ട് പുറത്തേക്ക് അവരുടെ ചെക്കപ്പും കാര്യം ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അവർ ചെക്കപ്പും കാര്യങ്ങളായിട്ട് അവിടെ നമ്മളെ ലാബ് റൂമിന്റെ ഡ്രസ്സിങ് വരെ ചേഞ്ച് ആക്കിയിട്ട് നേരെ ലാബ് റൂമിനുള്ളിലേക്ക് കയറ്റിയിട്ടാണ്. അപ്പോഴും ഞാൻ പുറത്തേക്ക് വരുമ്പോഴാണ് ഞാൻ താത്താനൊക്കെ ഒന്ന് കണ്ടത്. അല്ലാതെ ഞാൻ അവരെ സംസാരിക്കാനും അടിപൊളി മഴ പോകുമ്പോ അങ്ങനെ ഒരു ഇതുണ്ടായി. അങ്ങനെ അതിനുള്ളിൽ പോയി. ആ ശനിയാഴ്ച രാത്രി ഞാൻ അവിടെ ലാബ് റൂമിൽ കയറിയിട്ട് ഞാൻ പിന്നെ വരുന്നത് തിങ്കളാഴ്ച രാത്രിയാണ്. ശനി ഞായറോടെ നിന്ന് തിങ്കളാഴ്ച രാത്രിയാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. അവിടെ പോയപ്പോഴാണ് എനിക്ക് കൂടെ കാരണം അതിനുള്ളിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് നോർമലി 2 ഡെലിവറി എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പെയിന് വരും. ഇതുപോലെ തന്നെ പെയിനായിട്ട് എനിക്ക് ഇതായിട്ട് വരാറില്ല. പെയിൻ കുറച്ചിങ്ങനെ 1 മണിക്കൂറൊക്കെ വരുമ്പോൾ തന്നെ അവർ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അത് കൂടാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 2 പേർക്കും അതിന് കറക്റ്റ് 3.5 മണിക്കൂറാണ് എനിക്ക് ഇത് വന്നത്. ശരിക്കും അങ്ങനെ തന്നെ മോനുക്കും മോൾക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. 3.5 മണിക്കൂറിൽ ഞാൻ ഡെലിവറി അങ്ങനെ കുട്ടികൾ ഉണ്ടാവും. അത്രയും ആ ഒരു ഇത് എനിക്കറിയാം. അതിലല്ലോ ഇത് നമ്മൾ വേദന സഹിക്കാം, പിന്നെ അത് പോവും, വേദന പോവും. എന്നിട്ട് പിന്നെയും കുറെ കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ വേദന വരും, അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കും, പിന്നെ അത് പോവും. ഇത് എന്നെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ 2 കൈമലും ഇത് കയറ്റിക്കാം, എന്താ പറയുക, BP ഹൈ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് കുറയാൻ എന്താ സംഭവിക്കാറില്ല. അങ്ങനെ ഹൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവാൻ ചിലപ്പോൾ അല്ലെങ്കിൽ കുറയാൻ വേണ്ടിയിട്ട് അതിന് മെഡിസിൻ കയറ്റിയിട്ടുണ്ട് 2 കൈമലും. 2 കൈമലും നല്ല കടച്ചിട്ടുണ്ട്. കാരണം നല്ല ആ മരുന്ന് തന്നെ അവർ ഗ്ലൂക്കോസിൽ മിക്സ് ആക്കിയിട്ടാണ് കുറേശ്ശെയാണ് കേൾക്കുന്നത്. അപ്പോൾ നല്ല സ്പീഡും ഇല്ല. ഇതാണെങ്കിൽ ഭയങ്കര കടച്ചില്ല, കൈ 2 ഭയങ്കര കടച്ചില്ല. അപ്പോൾ ഡോക്ടർ അവർ പറയുന്നുണ്ട് വേദന ഉണ്ടോ, നല്ല നല്ല കട്ടിയുള്ള മരുന്നാണെന്ന് പറഞ്ഞിട്ട് നല്ല വേദന, 2 കൈ നല്ല വേദന. പിന്നെ ട്യൂബ് യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അത് വെച്ചാൽ ഇത് കയറ്റിനനുസരിച്ച് അവർക്ക് എൻ്റെ യൂറിൻ്റെ അളവ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് ട്യൂബ് ഇട്ടുക. പിന്നെ എന്താ പറയുക, എനിക്ക് പെയിന് കൂടാനുള്ള മരുന്ന് തരാത്തതുകൊണ്ട് ശരിക്ക് നോർമലി നമ്മൾ പെയിൻ വന്നിട്ട് വികസനം വരില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേറൊരു എക്സ്ട്രാ ബലൂണ് ട്യൂബ് അങ്ങനെ സംഭവമുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഒരു ബലൂണ് പോലെ അതും വെച്ചിരിക്കാം. എന്താ പറയാ, ഞാനിങ്ങനെ മരമല്ല മനുഷ്യനുള്ള പോലെ ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, കൈ ഇളക്കാൻ പറ്റില്ല, കാലിളക്കാൻ പറ്റില്ല. എനിക്ക് സങ്കടമൊക്കെ വരും, ദേഷ്യം വരും, സങ്കടവും വരിക. അങ്ങനെ ശരിക്കും 2 ദിവസമാണ് അവിടെ ഞാൻ കിടന്നിക്കണത്. തിങ്കളാഴ്ച രാവിലെ വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സുഖമായിട്ട് എസിന്റെ ഉള്ളിലോട്ടൊക്കെ ഉറങ്ങിന്ന് പറയില്ലേ, ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. പുറത്ത് സീറ്റിന്റെ പക്ഷെ ഈ 2 ദിവസം ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അവിടെ ആണുങ്ങളെ നിർത്തുന്നില്ല. ഞങ്ങള് മറ്റേ റൂം എടുത്തിട്ടില്ല. റൂം എടുക്കാനെന്ന് വെച്ചാല് ഇവള് മറ്റേ ഉള്ളിലല്ലേ, ഞങ്ങൾ എന്തായാലും ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരാള് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ മാത്രം ഒരാൾ നിൽക്കാൻ പാടുള്ളൂ. കാരണം എല്ലാവരും കൂടി നിന്നിട്ട് അവിടെ ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആണുങ്ങൾ അപ്പുറത്തേക്ക് നീങ്ങിക്കുക, പെണ്ണുങ്ങൾ മാത്രം എന്തെങ്കിലും വിളിച്ചാൽ ഉള്ളിൽ കയറുന്ന പെണ്ണുങ്ങളല്ലേ. ആ പെണ്ണുങ്ങൾ മാത്രം അവിടെ നിൽക്കാൻ പാടുള്ളൂ. ആണുങ്ങൾ പുറത്തേക്ക് നീങ്ങുക. അവിടെ ആണെങ്കിൽ ഈ ഫാനും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സ്ഥലത്താണ് ഫാനുള്ളത്, പിന്നെ കുറച്ച് അങ്ങോട്ട് നീണ്ടിട്ടാണ് ഫാനുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊതുകും കാര്യങ്ങളും ഉണ്ട്. ഈ മഴ പെയ്തിട്ടേ ഭയങ്കര കൊതുകും കാര്യങ്ങളും, കൊതുകിൻ്റെ ചിലവര് മറ്റേ ഈ ഇതില്ലേ കൊതുക് തീരെ കത്തിച്ചിട്ട് എടുത്ത് വെച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത്. കുറച്ചിറങ്ങും. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പുറത്തുനിന്ന്. ഞാൻ ഈ 2 ദിവസം തന്നെ ഉറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രി ഉറങ്ങിയിട്ടില്ല.
പിന്നെ ഈ ശനി രാത്രി ഉറങ്ങിയിട്ടില്ല, ഞായറും രാത്രി ഉറങ്ങിയിട്ടില്ല, എവിടെ ഈ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് പിന്നെ ഒന്ന് പോയി നോക്കും. പിന്നെ പോയി നോക്കിയിട്ട് അവിടെ പോയിട്ട് അന്വേഷിക്കും എന്താണ് എങ്ങനെയാണ്. പിന്നെ ചായ കൊടുക്കണം, അങ്ങനെ ഫുഡ് കൊടുക്കണ്ട, ഉള്ളിൽ ഫുഡ് കൊടുക്കണ്ട, അതും വാങ്ങിക്കൂല. ഉറച്ച പോവും മറ്റേ ഈ ദോശക്ക് വരിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ദോശയൊന്നും കിട്ടൂല, പിന്നെ ഈ ചെറിയ ചെറിയ പൊരിക്കടികൾ കിട്ടുള്ളൂ. അങ്ങനെ ടോക്കൺ പോയി എടുത്തിട്ട് വേണം നമുക്ക് ദോശക്ക് വാങ്ങാൻ. അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ദിവസം മറ്റേ ഫുഡ് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവച്ച്, എല്ലാവരോടും ഫുഡ് വാങ്ങി വരാൻ പറഞ്ഞ് അവിടെ കൊണ്ടുവച്ച്, സാധനം കൊണ്ടുപോയില്ല. ഇത് ഇരുന്ന് തണുക്കുക, ഇവരിരുന്നിട്ട് വർത്താനം പറയാം. എല്ലാ ദേശം കൂടിയും ഞാനൊരാള് അവിടെ നിന്ന് ഞാനവിടെ ചൂടായി നേഴ്സുമാരായിട്ട്, നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്, ഈ സാധനം മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ മേടിച്ചു കൊടുക്കും, നിങ്ങൾ എല്ലാ കാര്യത്തിനും ഫുള്ള് ഇതല്ലോ. ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയാൽ നിങ്ങൾ പിന്നീട് വരില്ല, അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല, ഇത് വേറൊരാളുടെ ഡ്യൂട്ടിയാണ്. അവിടെ സ്റ്റുഡൻസ് ഉണ്ട് പഠിക്കുന്നത്, ഇത് വേറെ ആളുടെ ഡ്യൂട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറുക. ഒരു കാര്യം നല്ലപോലെ പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അവരേത് ചൂടായി എന്റെ കൂടെ ഞാൻ വിചാരിച്ച ഒറ്റക്കൊള്ളു. നിന്റെ ബാക്കിൽ നിന്നിട്ട് കുറെ ആൾക്കാർ എന്റെ പിന്നാലെ വന്നിട്ട് നല്ലോണം പറയണം അവരെ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എനിക്ക് ഒന്നും കൂടി ആവേശം കൂടി. പിന്നെ ഞാൻ അവിടെ നിന്നിട്ടാണ് ചൂടായില്ലേ. അതിന് ഞങ്ങളിപ്പോ കൊണ്ടുപോകാം, ഞങ്ങൾ അതിന്റെ ഉള്ളിൽ ഭയങ്കര പണിയായിരുന്നു. പക്ഷെ ഇന്റെ അടുത്ത് വന്നിട്ട് ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് പറയാ, ഓ നിങ്ങളുടെ ഹസ്ബൻഡ് ആണല്ലേ, നല്ല ടെൻഷൻ ഇട്ട ആൾക്ക്, ഞങ്ങളെ കാണുമ്പോ ചോദിക്കലാണ്. സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് പറയോ, ചോദിക്കലാണ് പണി. എനിക്കാണ് ഇവരാരെയും കാണാൻ പറ്റുന്നില്ല. ഒരു പെട്ടെന്ന് കണ്ട് ഒരു നമുക്ക് ലാബ്രൂമിൽ പോകുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് എല്ലാവരും പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടും. ഇത് അങ്ങനൊന്നും ഇല്ലാതൊരു പോക്കുമായി. ടെൻഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ടെൻഷൻ കയറിയത് ഇവിടെ ഒരു ഇതായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതല്ല, പെട്ടെന്ന് എത്തിക്കും ചെയ്ത്. പിന്നെ ഇത് ഒരു വിവരം കാണാനില്ല. പക്ഷെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് നന്നായി അത്രയും അവർ ഇതാക്കിയുണ്ട്. അവരെ മെയിൻ ആയിട്ടുള്ളത് എനിക്കും കുട്ടിക്കൊന്നും വരരുത് എന്നുള്ളത്. പിന്നെ നോർമലി അതിനെ അവർ നന്നായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ നോർമലി 2 നോർമൽ ഡെലിവറി ആയതുകൊണ്ട് സി സെക്ഷനിലേക്ക് കയറണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവരും അത്രയും ഞങ്ങൾ ഇതാക്കി സഹിച്ചത്. അപ്പൊ ഡോക്ടറോട് ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ പെയിൻ വരുള്ളൂ, പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയണത് വെച്ചിട്ടാണ് BP ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. നോർമലി പെയിൻ വന്നിട്ട് തന്നെ ഡെലിവറി ഉണ്ടാവും, ടെൻഷൻ അടിക്കാണ്ടിട്ടാ. എന്നിട്ട് അവർ നല്ല സപ്പോർട്ട് ഇട്ടാ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പേടിക്കാനിട്ടാറ്. പിന്നെ എപ്പോഴും കുട്ടികളെ അതൊക്കെ കേൾപ്പിച്ചു, അതൊക്കെ നല്ല സപ്പോർട്ട് ഇട്ടാ. ഒരു ചൂടാവുക ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചൂടാവലൊന്നുമില്ല. ഞാനൊക്കെ ഇവിടെ സെർച്ചിങ് ആയിരുന്നു ഈ ഹോസ്പിറ്റലിൽ നേഴ്സുമാർ നല്ല രൂപത്തിൽ അതെന്താ നിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പോയിട്ട് ഏതൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ ഏതൊരു കുഞ്ഞിനെ മറ്റേ പേഷ്യന്റിനെ നേഴ്സ് ചീത്തറിഞ്ഞോ അങ്ങനെ എന്തൊക്കെ ഡോക്ടറോട് ചെന്ന് ചോദിച്ചു, ഡോക്ടറെ നേഴ്സുമാരെന്തെങ്കിലും പറയുന്നത് ചീത്തറിഞ്ഞു. ഹോസ്പിറ്റലിൽ അങ്ങനത്തെ നേഴ്സുമാരൊന്നും ഇല്ല, ടെൻഷൻ അടിക്കണ്ടെന്നാണ്. കാരണം ഇപ്പോഴത്തെ വീഡിയോസും കാണുമ്പോൾ അതിന് ഒരുപാട് കമന്റ്സ് അവരെ എക്സ്പീരിയൻസ് ഇടണേ. ലേബർ റൂമിലെ എക്സ്പീരിയൻസ് കമന്റ്സ് വായിക്കുമ്പോൾ ഞാനാണെങ്കിൽ എല്ലാവരും കമന്റും വായിക്കും. അപ്പൊ എനിക്കിങ്ങനെ പോയി അതുപോലെയൊക്കെ എനിക്കുണ്ടാവുന്നത്. പിന്നെ വേണം ഓൺ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറഞ്ഞുതരട്ടോ. ഫസ്റ്റ് ഡെലിവറിക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഫസ്റ്റ് അല്ല, അന്നും ഒരുപാട് ഞാൻ കുറച്ച് നല്ല ചെറുപ്പത്തിലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് വേദന എന്നാലും ഞാൻ ഒച്ചമഹളം കരച്ചിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ആ ഒരു ഇതിൽ എൻ്റെ അടുത്ത് തന്നെ വെറുതെ ചൂടായി, ആയിട്ടൊന്നും ഇല്ല അതൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പരമ മുസ്ലിം എന്നൊരു സിസ്റ്റർ ആയിരുന്നു, നല്ല ചൂടാവല്. പക്ഷെ ഇത് മറ്റേ ഞാൻ എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലില് അവിടെ ചെന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവര് എന്നോട് സ്ഥലമൊക്കെ എവിടെ നിന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ പെരുമ്പിലാവണ സ്ഥലം. അപ്പോൾ എന്നോട് ചോദിച്ച് നിങ്ങളുടെ അടുത്തല്ല അല്ലമീൻ ഹോസ്പിറ്റലിൽ ആദ്യം ഞങ്ങളുടെ അടുത്താണ്. ഞാൻ ഈ അല്ലമീനുള്ള പേഷ്യൻറ്റിനെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ മറ്റേ ലേബർ റൂമിൽ കയറിയിട്ട് വേദന വന്നിട്ടില്ല, വേദന വന്നിട്ടില്ല. അപ്പോൾ അവർ വേദന മരുന്ന് കൊടുത്തിട്ട് ഈ പേഷ്യന്റിനെ പുറത്തേക്ക് വിട്ടിരിക്കണം നടക്കാൻ വേണ്ടിയിട്ട്. ഈ പേഷ്യന്റ് നടത്തത്തിനിടയിൽ പ്രസവിച്ചിരിക്കുന്നു, കുട്ടിനെ പുറത്തേക്ക് ഇതാക്കിയിട്ട് പുറത്തേക്ക് വീണ് കുട്ടി. അപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും സേഫ് അല്ല കേട്ടോ, ആ ഹോസ്പിറ്റലൊന്നും ഒരിക്കലും സേഫ് അല്ല. കാരണം
അല്ലമീൻ ഹോസ്പിറ്റലിൽ കുറെ കംപ്ലൈന്റ്സ് പണ്ടേ ഉണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും അവിടെ ഒന്നും കാണിക്കരുത്. ഒരു ഡോക്ടർ ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ. ആ ടൈമിൽ അവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ല, കൈക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് അവര് ഇപ്പൊ അവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങള് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നത് കുട്ടിനെ കാണിക്കാൻ, പ്രസവിക്കാൻ. ഡെലിവറി നല്ലൊരു എത്ര വേറെ പെണ്ണുങ്ങളുണ്ടാവും, ലേഡീസൊക്കെ നല്ല ഒച്ചിടലും ഭയങ്കര കരച്ചിലൊക്കെ. എന്നിട്ട് അവരോടൊക്കെ എന്താ പറയുക, മോളെ ഇങ്ങനെ ഒച്ചിടല്ലേ, ക്ഷീണാവും, ടയേർഡ് ആവും, അങ്ങനെ പറഞ്ഞ് എന്ത് സോഫ്റ്റ് ആയിട്ട് ഞാനതിങ്ങനെ കേട്ടിട്ടുണ്ട്. സ്തുതിക്കുന്നുണ്ട്. കാരണം മാസം തയ്യാണ്ടൊക്കെ കുറെ പെൺകുട്ടികളെ അവിടെ കൊടുത്തിട്ടുണ്ട്. 8ാം മാസം ട്വിൻസ് ആയിട്ട് 8ാം മാസമുള്ള ഒരു പെണ്ണിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ പ്രസവിച്ചില്ല. ഒരു കുട്ടീനെ ICUവിലാണ് 8ാം മാസമായിട്ട് പ്രസവിച്ചിട്ട് NICUവിലാണ് കിടത്തിയിട്ടുള്ളത്. അത് ഇതുവരെ ആ കുട്ടിന്റെ ആൾക്കാർ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്, കുട്ടിനെ കണ്ടിട്ടില്ല. അല്ല അതുവരെ എന്ന് പറഞ്ഞാല് ആ ഒരു ടൈം അവര് ഒരാഴ്ചയോളായി 2 ആഴ്ചയോളായി ഞങ്ങള് പോയതിന്റെ 2 ആഴ്ച മുന്നേ വന്നത്, പ്രസവം കഴിഞ്ഞതാ. ഇതുവരെ കുട്ടിനെ കണ്ടിട്ടില്ല. NICUവിലാണ് കുട്ടി. എനിക്ക് ഈ ഒരു പ്രശ്നം മാത്രമാണ്, BP ഹൈ ആയത് മാത്രമാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് പെയിനും കൊണ്ട് തിങ്കളാഴ്ച രാവിലെ എനിക്ക് പെയിനും കൊണ്ട് കൂടി വന്ന് പെട്ടെന്ന് തന്നെ വാട്ടർ അങ്ങനെ ബ്രേക്കായി. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ അധികം ആയിട്ടില്ല, കുട്ടി വന്നിട്ടില്ല എന്ന്. അപ്പോൾ അവരിങ്ങനെ ആകെ ഇതായിപ്പോയി, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേറെ വലിയ ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ അവിടെ കാണുന്നുണ്ട് ഞാൻ. പക്ഷെ ആ ഡോക്ടർ ഒരു കേസും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു, അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക എന്നല്ലാണ്ട്. അത് എൻ്റെ ഒരു കേസ് അപ്പോൾ ആൾ വന്നിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഇനി പെയിൻ വരുമ്പോൾ മാക്സിമം ഇതുണ്ടെങ്കിൽ പുഷ് ചെയ്യാൻ നോക്ക്. പക്ഷെ അപ്പോൾ അവരെന്നെ പറഞ്ഞിട്ട് വയറോട്ടുള്ള കുട്ടി എന്നിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മന്ന് പറഞ്ഞു ഞാനിട്ട് ആ ടെൻഷൻ നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവും, നല്ല പെയിന്. പിന്നെ വാട്ടർ ബ്രേക്ക് ചെയ്താൽ പെയിൻ കൂടല്ലേ ചെയ്യുക, അത്ര നമുക്ക് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പെയിനായി. അപ്പോഴും ഞാൻ അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുണ്ട്, ഒരു ടെൻഷനും വേണ്ട, എൻ്റെ കുട്ടീനെ സേഫ് ആക്കിയിട്ട് ഞാൻ പുറത്തെടുത്ത് തരും, ഇനി ഒന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടും കുട്ടീനെ എടുത്ത് തരട്ടെ, അവർ പേടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് കൂടെ ഇടേണ്ടതായി. അപ്പം ഞാൻ അത് ഇത്രയൊക്കെ ഞാൻ വേദന സഹിച്ചിട്ട് ഇനി ഓപ്പറേഷൻ ആക്കല്ലേ, എങ്ങനെയെങ്കിലും എന്നെ നയോന്ന് ഞാൻ അഭിനോട് ഇങ്ങനെ ഒന്നും ചെല്ലാത്തില്ല. അത്രയും ഇവിടെ രണ്ടാൾക്കാര് ഞങ്ങൾക്കൊരു മോരോത് കിട്ടിയ നമുക്ക് ആഴത്തിലെ കുറിച്ച് നല്ല പവർ ഉണ്ടായി. എന്റെ ഒരു എക്സ്പീരിയൻസ് നിസ്കാരം പോലും ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടണില്ല. ലാസ്റ്റ് ഞാനിങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഓരോ മൂല തെരഞ്ഞെടുക്കുക നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും അങ്ങോട്ടും കൂടെ ആൾക്കാർ പോവില്ല. അങ്ങനെ ആളില്ലാത്തൊരു ഏരിയ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അവിടെ എൻ്റെ കയ്യിൽ എന്തോ ഭാഗത്തിന് എൻ്റെ ബാഗിൽ ഒരു പഴയ കൊടുന്ന് കിട്ടിയൊരു മുസല്ല ഉണ്ടായിരുന്നു. മുസല്ല മീൻസ് പ്ലാസ്റ്റിക്കിന്റെ ഒരു മുസല്ല. അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ നിസ്കാരം തുടങ്ങുന്നത്. അതിന്റെ ബാഗിണ്ട്. എന്റെ ബാഗിൽ ഞാൻ വിചാരിച്ചാണ് ആ ഒരു മുസല്ല ഞാൻ എന്റെ ബാഗിൽ തന്നെ വെക്കും. കാരണം എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതിന്റെ നിസ്കരിക്കാലോ. അത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ നിസ്കരിച്ചു. ഓതൊടുക്കാൻ ബാത്റൂമിൽ കയറിയ കോമൺ ബാത്റൂം അല്ലേ, പൊന്നോ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി നമുക്ക് എന്താ പറയാ ഒരുമാതിരി ഇത് ശരിക്ക് ഞാൻ പറയാം. ആയത്തിൽ കുറിച്ച് നല്ല പവർ. കാരണം എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറി ഒക്കെ മുന്നുണ്ടാകുമ്പോൾ നമ്മളതിൽ പേഴ്സൺ ഫോണും കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടി നമുക്ക് ഈ ഫോണും കാര്യങ്ങളും യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട്. മുന്നൊന്നും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പം നമുക്ക് എന്താ ചെല്ലുക, അവർ പറഞ്ഞ പോലെ അത് ചെല്ലിക്കോ എന്നൊക്കെ പറയും സ്ഥലത്തെല്ലാം. അപ്പം അത് നമ്മളിങ്ങനെ ചെല്ലുന്നല്ലാണ്ട് കൂടുതലൊന്നും അറിയുന്നില്ല. ഇപ്പോൾ എന്ന് പറയുന്നത് പെയിൻ വരുമ്പോൾ ഇങ്ങനെ വരണം, ചെല്ലണം, അത്രയും തന്നെ ഓരോന്നൊക്കെ അറിവുകളുണ്ട്. പിന്നെ അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് അത് ബെസ്റ്റാണ് കേട്ടോ. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് നന്നുണ്ട്. ഞാൻ പേളിമാരുടെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടത്. അത് എനിക്ക് അതന്നെ തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ എന്താ പറയുക, മറ്റേ 2 പ്രസവത്തിൻ്റെ വേദന അത്രയും ഞാൻ അത് അനുഭവിച്ചില്ല. ഇത് സംഭവം കുറേശ്ശെ ഫസ്റ്റ് ഇതുപോലെ അവർക്കൊക്കെ ഉണ്ടാകുന്ന പോലെ പെയിൻ നമ്മൾ കുറച്ച് വരും പോകും. ആ ഒരു ഹാഫ് സ്റ്റേജ് വരെ ഉണ്ടാവുന്ന ഒരു പെയിൻ അല്ലേ, ആ പെയിൻ തന്നെ അതിങ്ങനെ വേദന തന്നെ കണ്ടിന്യൂസ് 2 ദിവസം ഉണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു. സ്ട്രോങ് പെയിൻ എനിക്ക് വന്നിട്ട് ആ ഡെലിവറിയുടെ കുറച്ച് തൊട്ട് മുന്നായിട്ടാണ്.
അതെനിക്ക് തോന്നുന്ന ഒന്ന് ബ്രീത്തിങ് എക്സസൈസിൻ്റെ അതുണ്ടാവും, രണ്ടാമത്തെ ആയത്തിൽ കുറിച്ചിൻ്റെ പവറാണ്. അത് എല്ലാവരും പറയുന്നുണ്ട് ആയത്തിൽ കുറിച്ച് അത്രയും പവറുണ്ട് പ്രസവങ്ങളുടെ സമയത്ത് ചെയ്യാലെന്ന്. പിന്നെ നല്ല വേദന വരുമ്പോൾ നമുക്ക് ആയത്തിൽ കുറിച്ച് എല്ലാവരും കിട്ടുക അത്രയൊന്നും കിട്ടില്ല, കാരണം അത്രയും ഗ്യാപ്പ് ഇട്ടുണ്ടാവില്ല. അത് നല്ല പെയിനായപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇത്ര നേരം, കാരണം ഇത്ര നേരം മിണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഇതിനോണ്ട് അത്രയും പെയിൻ നമുക്ക് അറിയാനായിട്ടാണത്. അപ്പോൾ ഡോക്ടേഴ്സ് അവർ പറയുന്നുണ്ട് ഇത്ര വലിയ ബഹളം ഉണ്ടാവില്ല, ഇഞ്ചക്ഷനും കൊടുത്തേക്ക് ഒച്ചൊന്നും വെച്ചില്ല പാവാണെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. അത് അവരെനിക്ക് ഇഞ്ചക്ഷൻ എന്നപ്പോൾ കുറച്ച് പെയിനൊന്ന് കുറഞ്ഞത്. പിന്നെ ആ ഡോക്ടർമാർ അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇതാക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് എൻ്റെ മോനെ വന്ന്. എനിക്ക് പിന്നെ മോന് എന്നുള്ളൊരിത് സ്റ്റാർട്ടിങ്ങേ ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ മോളുടെ എനിക്കറിയില്ല കേട്ടാ ഫസ്റ്റ് ഡെലിവറി മോനാവുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് അല്ല മോളെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. ഫിനുവിനെ എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആൺകുട്ടിയാകുമെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഓരോ സിംറ്റംസും കാര്യങ്ങളും ചിന്ന മനസ്സെപ്പോഴും ആൺകുട്ടി തന്നെ വിചാരിച്ചു. ഇവനെ ഇപ്പം ആയിട്ട് ഫസ്റ്റിലല്ലേ ഒരു മാസം കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ആൺകുട്ടിയാവട്ടെ മുത്തോന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ഇതിൽ തന്നെ സ്റ്റേജിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കണ്. ഓരോ ഇത് പറയുമ്പോഴും ഞാൻ പറഞ്ഞു ആൺകുട്ടി തന്നെ ആൺകുട്ടി. പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴോ ഞാൻ എപ്പോഴും ഒന്ന് ഇളകാതിരിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിളിക്കുമ്പോഴും മോനെ ഉള്ളത്തെ കാര്യം പ്രസവിച്ചിട്ട് ഓള് കുട്ടിനെ ഒരു ചെറിയ നോക്കാൻ അത് ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികൾ കരയില്ലേ, ഇത് കുട്ടി കരയുന്നില്ല. കുട്ടീനെ അവരെന്റെ നെഞ്ചത്ത് എടുത്തിട്ട് ഇങ്ങനെ തുടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെഡ് മാത്രം പിന്നെ മുടി മാത്രം ഞാൻ കണ്ടുള്ളൂ, അവന്റെ ഫേസ് ഞാൻ കണ്ടില്ല. അവരിങ്ങനെ എന്താക്കിയിട്ട് എന്താണ് കരയാത്തത്, എനിക്ക് കരയാറില്ലടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് കുട്ടിയാണ് പുറത്തേക്ക് വന്നാൽ ഏത് കുട്ടിയായാലും കരഞ്ഞിട്ടാ പുറത്തേക്ക് കരഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവര് ചോദിക്കണ്ട് എന്താണ് കരയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് കുട്ടിയാണ്. അപ്പോൾ നീ എന്നെ കണ്ടോന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചെന്ന്. അപ്പൊ മോനെ മോനെ മാഷാന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കരയാത്ത. എന്നിട്ട് ഇവരെ അടുത്തന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ ബാക്ക് മറിഞ്ഞു പോകുമ്പോൾ നല്ല കരച്ചിൽ കരഞ്ഞിട്ടാ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് തന്റെ മോനിട്ടൊക്കെ അറിയണേന്ന് പറഞ്ഞു. അപ്പൊ സമാധാനായി. അങ്ങനെ ആ ഒരു കുറച്ചേരം കരയാത്തോണ്ടും പിന്നെ നമ്മൾ എന്താ പറയാ ഈ മരുന്നും കയറിന്റെ ഇതല്ലേ. അപ്പൊ ഇനി കുട്ടിക്ക് എന്തെങ്കിലും വരച്ച അവര് നേരെ ഞാന് പിന്നെ ഞങ്ങള് ചോദിക്കുന്നേ ഒരു നേഴ്സ് അല്ല ഒരു ഡോക്ടർ പുറത്തേക്ക് വന്ന് ഡോക്ടർ ബാക്കിൽ മറ്റേ ഉന്തുവണ്ടിയിൽ കുട്ടീനെ NICU കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉന്തുവണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കില്ല. ഡോക്ടറോട് ചോദിച്ചിങ്ങനെ എന്തായി സുനീറാൻ്റെ കാര്യം. കുട്ടി ബാക്കിൽ വന്ന് കണ്ടിട്ടാ. എന്നിട്ടാണ് ചോദിക്കുന്നത് എൻ്റെ കുട്ടി ബാക്കിൽ വന്നിട്ട് അതിന് മുടി പോയിച്ചിട്ട് കുട്ടീനെ NICU കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നഴ്സുമാർ ഡോക്ടർ പിന്നാലെ വന്നിരിക്കണം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചേ ഡോക്ടർ സുനീറാൻ്റെ എന്താണ് പാട് വെച്ച്. അപ്പം സുനീറ പ്രസവിച്ചിരിക്കുന്നത് സുനീറ പ്രസവിക്കേ സുനീറ പ്രസവിച്ചിരിക്കുന്നത് ഡോക്ടർ ബാക്കിൽ തിരിഞ്ഞിട്ട് സുനീറാനെ കുട്ടിയത്. ഞാൻ ആകെ അന്തം വിട്ട്. ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ. സുനീറ ആദ്യം എന്തായാലും നോർമലായിട്ട് പുറത്തേക്ക് വന്ന സിസ്റ്റർമാർ വന്ന് പറയും സുനീറ പ്രസവിച്ചിരിക്കുന്നത് ആൺകുട്ടിയാണെന്ന് വന്ന് പറയും. അതിന്റെ ശേഷമാണ് കുട്ടീനെ പുറത്തേക്ക് കൊടുത്ത് കാണിച്ചതൊക്കെ ചെയ്യാം. ഇതങ്ങനല്ല. പുറത്ത് ആകെ സ്റ്റെക്കായി. ഇതിനെ ഞാന് നമ്മുടെ ഉള്ളിലൊരു കുട്ടീനെ മറ്റേ ഇമാജിൻ ചെയ്തിട്ടല്ല നിൽക്കണ്ടാവുക. ഇതിനിപ്പോ ഏത് രീതിക്കാണ് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളൊരു ഒരു കൊടുത്തൊരു ഐഡിയ എനിക്കില്ല. എന്താണ് ചെയ്യേണ്ടത്, ഒരു ഉമ്മ കൊടുക്കണോ, എന്താ വേണ്ടത്, തുടങ്ങണോ എന്നുള്ള ഒരു ഇതുപോലും എനിക്കൊരു ഐഡിയ വരും. ഞാൻ ആകെ സ്റ്റെക്കായി. എന്നിട്ട് അവര് ഒരു സാധനം മറ്റേ മൂടി പോയിച്ചിട്ട് തല മാത്രം പുറത്ത് കാട്ടിയിട്ട് അതിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ, സന്തോഷം കൊണ്ടുള്ള സങ്കടം സഹിക്കാൻ വയ്യ. ഞാൻ കുട്ടീനെ ഒരു നോക്ക് കണ്ട്, താത്തിയും ഒരു നോക്ക് കണ്ടിട്ട് നേരെ ഒന്ന് എടുക്കാൻ പോലും ഒന്ന് ഇതാക്കാൻ പോലും അവർ തന്നില്ല. നേരെ അവർ NICU കൊണ്ടുപോയി കുട്ടീനെ NICU കൊണ്ടുപോയി കിടത്തി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു മറ്റേ ഡോക്ടറെ ഞങ്ങൾക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ബാങ്ക് കൊടുക്കൽ ഞങ്ങളെ ഇതിൽ കുറച്ച് ചടങ്ങുകൾ ഉണ്ടാവുന്ന ചെയ്യട്ടെ വെച്ച്. ഡോക്ടർ പറഞ്ഞു അത് പാടില്ല, ഞങ്ങളിപ്പോൾ കുട്ടീനെ ഞങ്ങൾക്ക് ഇപ്പം തരാനൊരു ഓപ്ഷൻ ഇല്ല. കാരണം
കുട്ടീൻ്റെ അമ്മക്ക് ഇങ്ങനെ ബിപിൻ്റെ ഹൈ ഡോസുള്ള മരുന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്ക് അത് ബാധിച്ചിക്കണോ, കുട്ടിക്ക് അത് അതിൻ്റെ എഫക്റ്റ് കയറിയിരിക്കണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് NICU കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, അത് ഞങ്ങളെ കടമയാണ്. കാരണം ഈ ഒരു ഇത് നിങ്ങളുടെ മതത്തിൻ്റെ ആചാരങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അതിൻ്റെ അപ്പുറമാണ് ഈ കുട്ടിൻ്റെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ NICU കൊണ്ടുപോയി ഇതിനെ 24 hours ഒബ്സർവേഷനിൽ ഇടണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്കൊരു ഇതുപോലെ, കാരണം അതിനെക്കാട്ടും വലുതല്ലേ ഞങ്ങൾക്ക് കുട്ടിയെ ഇത് കുട്ടി ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കിട്ടുമല്ലോ, കൈ കിട്ടിയാൽ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങൾ കുട്ടീനെ അങ്ങോട്ട് പറഞ്ഞയച്ച്. പിന്നെ ഒരു 2 ദിവസം പിടിച്ച് കുട്ടീനൊന്ന് നല്ലപോലെ ഒന്ന് കാണാനാണ്. സിസ്റ്ററോട് തല്ലുണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കുട്ടീനെ പുറത്ത് പാലെടുക്കാൻ തരുന്നില്ല. ഇവര് NICU അവര് ശേഖരിച്ച് വെച്ച പാലുണ്ട്, ആ ഒരു പാല് കൊടുത്തല്ല, മറ്റേ എന്താണ് മുലപ്പാലിന്റെ ഒരു ഇതുണ്ട്, കൗണ്ടർ ഉണ്ട് അവിടെ. അവരത് ശേഖരിച്ചു വെക്കുക, ഈ അമ്മമാരെ ഇതിൽ എടുത്തിട്ടാണ് മുലപ്പാൽ കൊടുക്കുന്നത് കുട്ടിക്ക്. ആദ്യമായിട്ട് ഇവിടെ പാലൊന്നല്ല കുടിച്ചത് തോന്നുന്നു, വേറെ പാലാണ് ആദ്യം കുട്ടി കുടിച്ചത് തോന്നുന്നു. പക്ഷെ കറക്റ്റ് ഒറിജിനൽ പാലട്ട് അവർ കൊടുക്കും. ചില ഹോസ്പിറ്റലൊക്കെ അവര് ഡെക്സോലോക്കും അങ്ങനെ ഇവര് മുലപ്പാൽ തന്നെ കൊടുത്തിട്ടാ. അതുകൊണ്ട് സമാധാനം ഉണ്ട്. കാരണം കുട്ടി ആദ്യമായിട്ട് കുടിച്ചത് ആരപ്പാലായാലും വേണ്ടില്ല, അൽഹംദുലില്ലാ മുലപ്പാൽ തന്നെ കുടിച്ചത് എന്നുള്ളത് സമാധാനം. അങ്ങനെ ഞാൻ സിസ്റ്ററോട് ചെന്ന് ചോദിച്ച് കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ എന്നുള്ള ഇതിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരപ്പാല, ഇത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് പാലുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല എന്നോ. അപ്പോൾ കുട്ടിയുടെ ഉമ്മാൻ്റെ പാല് ഇതുവരെ കുടിച്ചിട്ടില്ല, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ആചാരങ്ങളുണ്ട്, അതൊന്ന് ചെയ്യണം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടീനൊന്ന് ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അത് പറ്റൂല, നമുക്ക് ഡോക്ടർ പറയാണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഞാനുള്ളിന്ന് പറഞ്ഞേ കുട്ടീനെ പാൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഡോക്ടർ പാലെടുക്കാൻ ഇല്ല കൊടുത്തില്ല. ഞാൻ വൈകിട്ടാണ് കാണുന്നത്. ഞാൻ രാവിലെ പ്രസവിച്ചിട്ട് രാവിലെ 9:20 അങ്ങനെ പ്രസവിച്ച്. എന്നിട്ട് ഞാൻ വൈകിട്ട്, കാരണം എനിക്കും ബ്ലീഡിങ് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ അവിടെ തന്നെ ഒബ്സർവേഷനിൽ ഉണ്ടായിരുന്നിട്ട് രാത്രിയാണ് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാർഡിൽ ആ റൂമിലേക്ക് മാറ്റാന്നില്ല അവിടുന്ന് ആ ഒരു ഇതിന്റെ വാർഡിൽ നിന്ന് പോസ്റ്റൽ വാർഡിൽ നിന്ന് ഇവിടെ നമ്മളതിലേക്ക് മാറ്റാന്ന് വരുന്നിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ കുട്ടീനെ കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടീനെ പാലെടുക്കാൻ തന്നിട്ടില്ല, അവന് പാലെടുക്കാൻ തന്നിട്ടില്ല, ഞാൻ കുട്ടീനെയും കണ്ടിട്ടില്ല എന്നറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ NICUലാണ്, ഞങ്ങൾ വിളിച്ചു നോക്കട്ടെ, വിളിച്ചത് പറ്റുകയാണെങ്കിൽ കാണിച്ചു തരട്ടാന്ന് പറഞ്ഞിട്ട് പാലെടുത്തോന്നും പറഞ്ഞു. അവിടുന്ന് കുറച്ച് ഞാൻ കണ്ട് കുട്ടീനെ കൊണ്ടുവരണത്. അതേപോലെ കുറച്ച് ചോറുണ്ട് പാല് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ തല്ലുണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊടുന്നത്. കുട്ടീനെ പുറത്തെത്തിയപ്പോൾ ഫോട്ടോ എടുക്കലും മറ്റേ കുട്ടിക്ക് ഞാൻ ചെല്ലി കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് ഒക്കെ റാത്തായി. അൽഹംദുലില്ലാ ഒക്കെ ചെല്ലി കൊടുക്കലൊക്കെ ഞാൻ ബസ്സിനെ കഴിച്ച്. പിന്നെ ഞാൻ താത്താനോട് ചോദിച്ച് മറ്റേ മധുരം എന്തെങ്കിലും കൊടുക്കണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് മധുരം ഒന്നും കൊടുക്കണ്ട. ഒരു തുള്ളി സംശയമുള്ള ഞാൻ കൈമലാക്കിയിട്ട് വായലൊന്നും എഴുതി കൊടുത്ത്, അല്ലാതെ വേറെ ഒന്നും കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടില്ല. പേടിച്ചിട്ടാണ് ഒന്നാമത് കൊടുക്കാഞ്ഞത്. പിന്നെ ഞാൻ മുലപ്പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓളടുത്തേക്ക് വന്നു. എൻ്റെ പൊന്നോ അതിൻ്റെ കയ്യെ കിട്ടിയപ്പോ ഫോട്ടെടുക്കലും എല്ലാവർക്കും വിട്ടുകൊടുക്കലും. കുട്ടികളെ അടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഓനെ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഒന്ന് താത്താക്കൊന്നും എടുക്കാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ അവര് NICUന്ന് അവര് വിളിക്കുമ്പോ NICUന്റെ ഫ്രണ്ടിൽ ഞാൻ പറയേ ഇപ്പൊ കൂട്ടിന് വേണ്ടി പിന്നെ വേണ്ട ആളെ ഞങ്ങക്ക് കാണാൻ പോലും കിട്ടുന്നില്ല. ഫുൾ ടൈം കുട്ടിയെടുത്ത് എന്റെ അടുത്തൊക്കെ ഒന്നും ഇല്ല. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മളെ കുട്ടിയൊന്നും വേണ്ടടോ. അത് ഈ NICUലായ കാരണം ഞാൻ അതിന്റെ അടുത്ത് പോയി ഇനി വിളിക്കുമ്പോ ആളില്ലാന്നുണ്ടെങ്കിൽ അവരത് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി കുട്ടിക്ക് എന്തെങ്കിലും കിട്ടണത് ഇല്ലാണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാനവിടെ പോയിരുന്നത്. അത് ഇവിടെ ആകെ പ്രശ്നമായിരിക്കുന്നത്.
അതിന്റെ അടുത്ത് ആരും ചെയ്യും. ഇവരുടെ അടുത്ത് വിനുണ്ട്, താത്തണ്ട്, എല്ലാരും ഉണ്ട്. അതിന്റെ അടുത്താണെങ്കിൽ ആരുമില്ല. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് പോയിരുന്നതാണ്. വിളിക്കുമ്പോ അതിനോട് കൊണ്ടുവരണ്ടേ, പാൽ കൊടുക്കാനോ ഇതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. അതിന് ഞാൻ അതിന്റെ അടുത്ത് പോയിരുന്നത് അതിന് ഭയങ്കര പ്രശ്നമാണ്. വേണ്ട അത് വേണ്ട അത് വേണ്ട. ആദ്യം ചോദിച്ചു ഞാന് തള്ളക്ക് എങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവൾക്ക് എങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് പോലും എന്നോട് ആ ഡോക്ടർ ഞാൻ ചോദിച്ചത് എപ്പോ ചോദിക്കുകയാണെങ്കിലും സുനീറാക്ക് എങ്ങനെയുണ്ട് സുനീറാക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ചോദിക്കണേ നമ്മുടെ വീട്. എന്നിട്ട് അതിന്റെ ഒരു നന്ദി പോലും ഇല്ല. എങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടീനെ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. അവിടുന്ന് പിറ്റേസം ഡിസ്ചാർജ് ആയി. ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് അവിടുന്ന് ഇഞ്ചക്ഷൻ ഉണ്ടാകുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു 10 days അടുപ്പിച്ച് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഇതേപോലെ അവിടുത്തെ മെഡിസിൻ ഉണ്ടല്ലോ, പക്ഷെ BP അല്ല കേട്ടത്. BP മെഡിസിൻ എനിക്ക് ടാബ്ലറ്റ് എന്തെങ്കിലും കുറച്ച് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇതിൽ തന്നെ കേട്ടോ. പിന്നെ 120 ഇങ്ങനെ നിന്ന് 120 130 അല്ലേ, 120 130 ഇങ്ങനെ നിന്ന് കുറയുന്നില്ല. ആ ഒരു അങ്ങോട്ട് കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക. ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മരുന്നൊക്കെ കയറിയതിൻ്റെ എന്തോ പറഞ്ഞവര് അത് പിന്നീട് ഫ്യൂച്ചറിൽ പ്രശ്നമുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാണ്ടായിരുന്നു. 10 ഇഞ്ചക്ഷൻ അല്ലേ, അതിൽ 3 അവിടുന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എന്റെ പൊന്നോ, അതിന്റെ വേദന എന്നുണ്ടല്ലോ, എന്താ ഞാൻ മറ്റേ പേടിയാണ്. എനിക്ക് ഒരു പിടി ബ്ലഡാണ് എന്റെ കയ്യിൽ തന്നത്. ഞാനിങ്ങനെ ഇത് നോക്കിയിട്ട് ഇത് ആരത് ഇവിടെ തന്നെ വേറെ ആരെയും മാറി തന്ന അതോ ഒരു ബോട്ടിൽ ഇത്ര വലിപ്പുണ്ടെങ്കിൽ ഇത്രത്തോളം അവരോട് ഞാൻ പറയും ഇന്നൊന്ന് കൊന്നുന്ന് വെച്ചാൽ എന്തിന് പ്രസവനക്കല്ലേ ഈ എടുക്കണ എന്തോ ഒരു ഡസ്റ്റിന് അയക്കാൻ വേണ്ടി എടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചത് ഇന്നൊന്ന് കൊന്നു തരുമോ. അപ്പൊ ചിരിക്കണ്ടേ, അപ്പോൾ പ്രസവിക്കണ്ടേ, പ്രസവം സഹിക്കാൻ എനിക്ക് ഈ കുത്തര സഹിക്കാൻ വയ്യാന്ന് അത്രയധികം എന്നെ കുത്തിക്കണം. ഓരോ വീട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞതല്ല, വീട്ടിൽ വന്നിട്ട് ഡെയിലി രാത്രി 10 മണിക്ക് ഹോസ്പിറ്റലിൽ അൻസാറിൽ പോകും, ഇഞ്ചക്ഷൻ എടുക്കും. ഭയങ്കര വേദന വെച്ചാൽ ഒരു തരം കടച്ചിലാണ്, പൊളിയുന്ന പോലെ. അവര് പറയണത് നല്ല കടച്ചിലുണ്ടാവും, നല്ല കട്ടിയുള്ള മരുന്നാണ്. എന്നിട്ട് വന്ന് എന്നെ കൂളാക്കി ഇരുത്തിയിട്ടാണ് കൈമല്ല സഹിക്കാൻ പറ്റും. ഒരു കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നീരെ കളക്കി എടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ 2 കൈയും പൊക്കാൻ പറ്റണേ ദിവസം കാലിൻ്റെ തുടമ്പല് അങ്ങനെയൊക്കെ എടുത്തിട്ട് അങ്ങനെ ആ ഒരു ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ഈ വേദനയിൽ നിന്ന് ഇങ്ങനെ ഒഴിവാകാത്ത പോലത്തെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ഒരു കുറേ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങള് വീഡിയോസ് കുറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടാ. ഞാൻ അവിടെ പോയിട്ട് പുറത്തിരുന്നിട്ട് കുറെ ആൾക്കാരെ ഈ ടെൻഷന്റെ ഇടയിൽ ഓരോരുത്തർ നമ്മളടുത്ത് ഒറ്റയ്ക്ക് വന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ ഓരോരുത്തർ വന്ന് ചോദിക്കും എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കും. അപ്പൊ പറയും ഞാൻ ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോ അവരെ പ്രശ്നങ്ങൾ നമ്മളോട് വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പ്രശ്നം ഒന്നുമില്ല, മിണ്ടാണ്ട് വേദന സഹിച്ചിട്ട് ഓരോന്നും ചെല്ലിയിട്ട് പഠിച്ചനെ മാത്രം വിളിച്ചിട്ട് ഇരിക്കുക. എന്റെ വേദനയിട്ട് ഇവിടെ ഒരു കമ്പനി അടിച്ചിരിക്കുക. അതിലിടയ്ക്ക് ഒരു പെണ്ണ് വന്നിട്ട് വിളിച്ച് മോളെ ഹസ്ബൻഡൊക്കെ അവിടെ ഉണ്ട്, ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്, എന്താ വിവരം ചോദിക്കുന്നു. എനിക്കുണ്ടല്ലോ ദേഷ്യം ഒരു പെണ്ണ് മറ്റേ ലേബർ റൂമിന്റെ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പോൾ ലേബർ റൂമിലത്തെ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്കറിയാം അവര് ലേബർ റൂമിൽ പോവാണെന്ന്. അപ്പൊ ഞാൻ ഈ പെണ്ണിനെ മുന്നേ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പെണ്ണിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സുനീറാന്റെ കാര്യമൊന്നും അന്വേഷിക്കുന്നത് പോകുമ്പോഴാണ്. അങ്ങനെ അത് ഉള്ളിൽ പോയി വരുമ്പോ ഞാനിങ്ങനെ ചോദിച്ച് എന്താണ് സുനീറാന്റെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് അത് അതിനോട് ഞാൻ ചോദിച്ചപ്പോ അത് ഒരു അക്ഷരം ഉണ്ടാകാണ്ട് പോയി തിരിഞ്ഞാണ്ട് പോയിന്ന്. അപ്പൊ ഞാൻ ആ കണ്ട കുട്ടി. അപ്പൊ എന്നോട് തന്നെ പേടിക്കണ്ട, അത് ഈ വേദന കൊണ്ട് ബേജാറുകൊണ്ടൊക്കെ ഇക്കാരോ അതുകൊണ്ട് ഇക്കാരം അങ്ങനെ പോയിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു ഈ പെണ്ണുടത്തേക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവിടെ തെക്കത്ത് സംഭവം അതിനോട് പറഞ്ഞോട് കുഴപ്പമില്ല എന്നുള്ളതൊന്ന്. പക്ഷെ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയോ, ഇവരിത് അവിടെ ഇപ്പൊ നിങ്ങളിവിടെ അവിടെ വിഷമിച്ചിരിക്കണ്ട് എന്താ ഇവരും ചോദിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്കണ്ട് സങ്കടം വന്നു, എനിക്ക് കരച്ചിൽ വന്നു, കണ്ണ്
അന്നാണ്ട് തറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ വേദന ആയിട്ട് നിൽക്കാം. പിന്നെ BP നല്ല ഹൈ ആയിട്ട് നിൽക്കുക. പിന്നെ ഇനി ഇവര് ഭർത്തനം പറയും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കരണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ വേദന, സങ്കടം കൊണ്ട് വേദന ആയിട്ട്. അപ്പൊ ഞാൻ കരയും പിന്നെ ടെൻഷൻ കയറിയ പിന്നെയും BP കൂടല്ല. അവിടെ ഞാൻ ഒന്നും കൊണ്ടോണ്ട് പോയി. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് എന്റെ കണ്ണീർ ഇങ്ങനെ വെള്ളം വരട്ടെ. അവര് എന്തിനാ കരയണേ? ഒന്നുമില്ല ഇവളെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട് തന്നെ കുറെ ആൾക്കാരോട് അങ്ങനെ പരിചയപ്പെട്ട് അതിലൊരു ചെങ്ങായിന്റെ ഫോൺ പോയി 1.5 ലക്ഷം രൂപയുടെ ഫോണൊക്കെ ആരും അടിച്ചു മാറ്റി പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ അനുഭവങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടാ. കുറെ ആൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടുന്ന് കിട്ടി. കാരണം ആ ഹോസ്പിറ്റലിന് പ്രസവം എന്ന് പറഞ്ഞത് ഒരു ഇതല്ല, ഒരു മറ്റേ പ്രശ്നമല്ല, നല്ല വലിയ ഡേഞ്ചർ. മാസം തികയാത്ത ആൾക്കാർ വരെ അവിടെ വന്ന് പ്രസവിച്ചിട്ട് നമ്മള് ഒക്കെ ഒരു പ്രശ്നം ഇതുപോലെ C-സെക്ഷന് പോലുള്ള ഓപ്പറേഷന് പോലല്ലാതെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കഴിവന്നെ. അവിടെ അവര് പറഞ്ഞത് എന്ത് പ്രശ്നം വന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷൻ വേണ്ടെന്നാണ് അവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, കാരണം ഇവർക്ക് ഇതൊരു കുത്തരില്ല എന്ന് പറഞ്ഞു. അടിപൊളിയായിട്ട് അവര് കാര്യങ്ങൾ നോക്കിയിട്ട് സേഫ് ആയിട്ട് തന്നെ അവര് കാര്യങ്ങൾ ചെയ്യുള്ളൂ. നല്ല കാര്യം കാട്ടുള്ളില്ലേ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, മറ്റൊരു ഡെലിവറിനേക്കാളും പറയുമ്പോൾ നല്ല ഇതൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും എന്താ പറയുക, ഭയങ്കര സ്നേഹം, നല്ല അത്രയും പൊളറ്റിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ ഒച്ചമേളം ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാരെന്ന് അറിയോ. അവരോടൊക്കെ എന്തോ സ്നേഹത്തിലാണ്. നമ്മൾക്ക് ഇവിടെയൊക്കെ മുന്നൊക്കെ ഫസ്റ്റൊക്കെ ഇവർ പറയുന്നറിയാം, ഒച്ച ഉണ്ടാക്കിയത് ബഹളം ഉണ്ടാക്കിയത് ഡോക്ടർമാർക്ക് നമ്മോട് ദേഷ്യം, നമ്മൾ ശ്രദ്ധിക്കൂല. ആ ഒരുക്കെ മൈൻഡിൽ വെച്ചിട്ടല്ലേ ഫസ്റ്റ് ഡെലിവറികളൊക്കെ പോണത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ അനുഭവങ്ങൾ. നമ്മുടെ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ചൂടാണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്ര ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരോട് പോലെ സ്നേഹത്തോടെ വർത്തമാനം പറയുന്നത്, അത് വല്ലാത്തൊരു തന്നെയാട്ടോ. അവര് ഭയങ്കര ക്ഷമയും എന്താ പറയുക, നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അൽഹംദുലില്ലാ മോനക്കൊന്നും ഒരു കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ഞങ്ങളിപ്പോ സുഖമായിട്ട് നിൽക്കുന്നു. ഇപ്പൊ നല്ല കുറുമ്പനായിട്ടുണ്ട്. മോനക്ക് 5 മാസമാണ്. നല്ല പോക്കിരിക്കുന്നു. പണിയില്ലാണ്ട് വീട്ടിലിരിക്കാനാ തോന്നുന്നത്, കാരണം ടൈം പോണത് അറിയില്ല. പിന്നെ ആള് ഒരു പ്രശ്നമില്ല. കളി കണ്ടിട്ട് നമ്മളൊരിക്കലും നമ്മളിപ്പോ വീട്ടിന്റെ പുറത്തിറങ്ങൂല, കാരണം അമ്മ അതില് കുരുത്തക്കെട്ടാണ് മനസ്സിലായി. ചിരിയാണല്ലോ, നല്ല ചുരുക്കും ചെയ്യും. നല്ല നമ്മളടുത്തുണ്ടായാൽ മതി. നമ്മളങ്ങോട്ട് ഞാനൊക്കെ ഇങ്ങോട്ട് നീങ്ങണ് എന്റെ ചെരുപ്പിന്റെ ഇടയിൽ സൗണ്ട് കേട്ടാലും നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവിടെ സിറ്റ് ഔട്ടിൽ എടുത്ത് ഞാൻ ആ സൈഡിൽ അങ്ങോട്ട് നീങ്ങിണ്ടെങ്കിൽ ആ അതിൻ്റെ ഉള്ളിൽ കൂടെ കർട്ടനുള്ളിൽ കൂടെ തിരിഞ്ഞു നോക്കിയിട്ട് ഭയങ്കര കച്ചിലോ. ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് നോക്കിണ്ടെങ്കിൽ അപ്പൊ ചിരിക്കും. അങ്ങനത്തെ നമ്മളുണ്ടായ റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ടിട്ടോ വീട്ടിന്റെ ഉള്ളിൽ അടച്ചിട്ടിട്ടോ ഒരിക്കലും അതിഷ്ടമല്ല. ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് ചൂടത്തുനിന്ന് ഉള്ളിൽ കയറി AC ഇട്ട് കൊടുത്ത് അവിടെ കിടത്തിയാൽ ആള് കിടക്കൂല. ആൾക്ക് പുറത്ത് ആ ചൂടായാലും ആൾക്ക് പുറത്ത് ആ പച്ചപ്പും ആ മരങ്ങളും കണ്ട് ആൾക്കാരും കണ്ട് ആൾക്കാരോട് ചിരിച്ചു കൊടുത്തിട്ട് ന്യായം വെച്ചിട്ട് ആ പുറത്ത് കിടക്കണം. ആ സിറ്റ് ഔട്ടിൽ കിടത്തിയാൽ ആള് സൈലന്റ് ആയിട്ട് വർത്താനം പറഞ്ഞ് എക്സസൈസ് കൊടുത്ത ആളെ കിടന്നോളൂ. സുന്ദരായിട്ട് കിടന്നോളൂ. എത്രമാതിരി വീഡിയോ ആണ് ചെക്കൻ്റെ മറ്റേ വീഡിയോ എടുത്ത് ഫോൺ നിറഞ്ഞിരിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഓരോ ദിവസവും ഓരോ കുടുംബത്തിനാണ് കയ്യിലുള്ളത്. അപ്പൊ ഞാൻ മിഞ്ഞാന്ന് വെറുതെ ഇങ്ങനെ നിരീക്ഷാണ്. അപ്പൊ ഉണ്ടടാ ചെക്കൻ കയ്യുമ്മ സപ്പോർട്ട് കൊടുത്തിട്ട് മുട്ട് കുത്താൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ കുത്താൻ പറ്റണില്ല. കാലിന്റെ ഈ തുമ്പത്തില് നമ്മള് പുഷപ്പ് അടിക്കാൻ മൊത്തം ബോഡി പൊക്കിയിട്ട് പുഷപ്പ് അടിക്കാൻ നോക്കൂല. അതേമാതിരിയാണ്. ഞാനിങ്ങനെ കുറെ നേരം നോക്കിയിരുന്നു. പിന്നെ ഞാൻ ഫോൺ എടുത്തോണ്ട് വീഡിയോ എടുത്ത് ഞാൻ എന്നിട്ട് നോക്കി കാണിച്ചു കൊടുത്തു. ഇങ്ങോട്ടൊക്കെ ഇത് എന്താ കാട്ടുന്നത്? മുട്ടുത്താനല്ല നോക്കണോണ്ട്. അങ്ങനെ ഓരോ ഞങ്ങളിങ്ങനെ വീഡിയോ ഇടാതെ ഇനിയും ഇതിനൊക്കെ കാരണങ്ങൾ വീഡിയോ എടുക്കാം. ഞങ്ങൾ ആദ്യം പ്ലാനിലൊക്കെ ഉണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ എടുക്കണം, ഹോസ്പിറ്റലിൽ വീഡിയോ ഒക്കെ എടുക്കണം. പക്ഷെ ഇങ്ങനെ ഒരു ഇത് വന്നോണ്ട് പിന്നെ ഒരു കാര്യം കൂടി, യാത്ര അതാണ് ഓന്റെ ഹൈലൈറ്റ് ഇട്ട. ഇന്ന് വരെ ഫുള്ള് യാത്ര. ഇന്ന് വരെ എന്ന് പറഞ്ഞാല് ഇന്നലെ മിഞ്ഞാന്ന് വരെ ഫുള്ള് യാത്ര.
യാത്ര തന്നെ വണ്ടി പക്ഷെ നമ്മളെ ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടും 2 ആഴ്ച കൂടുമ്പോ ഒക്കെ പണ്ടൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് 45-നാണ് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ ഇന്ത്യ ഇതൊക്കെ കാരണം 2 ആഴ്ച കൂടുമ്പോ ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു. അപ്പൊ ഈ 2 ആഴ്ച കൂടുമ്പോൾ പോവും. പിന്നെ ഇടയ്ക്ക് ഇവിടെ വേറെ എന്തെങ്കിലും പെട്ടെന്ന് പിന്നെ അതിലിടയ്ക്ക് എനിക്ക് വേദന അവിടെ ഇവിടെയൊക്കെ വേദന കൂടിയിട്ട് വയറുവേദന കൊടുക്കും ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് വന്ന് അങ്ങനെയൊക്കെ പലതായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പോവും. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയില്ലേ ഫുൾ ടൈം ഇങ്ങനെ യാത്രയില്ലേ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പോവാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ സ്റ്റോപ്പായി പിന്നെ കളിയും ശരിയായി അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് ഇപ്പോ പ്രസവത്തിന്റെ സ്റ്റോറി. അത് ഒക്കെ നോർമലായി മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്ത് പറയുന്നത് എത്ര ശുക്ർ ചെയ്താലും പഠിച്ചോണ്ട് മതിയാവും. അങ്ങനെ മോനെ സ്വാലിയത്തായി ആക്കി തന്നാൽ മതിയായിരുന്നു. ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമുള്ള മോനാക്കി തന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളൂ. കുറെ ആൾക്കാരെ പ്രാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറെ ആൾക്കാര് അങ്ങനെ പറഞ്ഞിരിക്കണം ഇങ്ങനെ പറഞ്ഞിരിക്കണം അതൊക്കെ നമ്മളെ ഉള്ളിൽ എടുക്കണോ നമ്മളിതിൽ പറഞ്ഞില്ല. അത് അവരും പഠിച്ചോണ്ട് തമ്മിലായിക്കോട്ടെ. പക്ഷെ റബ്ബ് നമ്മളെ കൂടെ ഉണ്ട്, അത് മതി. ഇത് ഒരു കാര്യം പറയാലോ, ഈ ഒരു പ്രസവം ഒരാളെ ഇതില്ലാണ്ട് ഒരൊറ്റ ആള് മാത്രം എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അത് ഇവളെ താത്ത. അല്ലാതെ ഒരാളെ മറ്റേ ഇതില്ലാണ്ടാണ് ഞാനിത് ഈ പ്രസവം എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരാളെ കീശന്ന് ഒരു പൈസ പൈസ എടുക്കാണ്ടാണ് ഈ പ്രസവം ഞാൻ നടത്തിയിട്ടുള്ളത്. അതെനിക്ക് തല ഉയർത്തി എൻ്റെ വീട്ടുകാരായിക്കോട്ടെ അവളെ വീട്ടുകാരായിക്കോട്ടെ എല്ലാവരുടെ മുന്നിൽ എനിക്ക് അന്തസ്സോടു കൂടി പറയാം. കാരണം എൻ്റെ വീട്ടിൽ 4 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പ്രസവം എടുക്കുമ്പോൾ ഞാൻ കാണണല്ലേ 4 പെങ്ങന്മാരെടുത്ത് മറ്റേ എൻ്റെ വീട്ടുകാരുടെ പ്രസൻസും അവരെ വീട്ടുകാരുടെ പ്രസൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇതില് ഇവളെ വീട്ടുകാരുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം പ്രസൻസ് ഉണ്ടായിരുന്നു. അതെന്താ ആർക്കും വരാനും നിൽക്കാനൊക്കെ പറ്റാത്തൊരു ഇതായിരുന്നു കേട്ടോ. അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയാ ഒരു ഒറ്റയ്ക്ക് തന്നെ അതായിപ്പോയി ആ ഒരു ഇതില്. ഒരു വീഡിയോസ് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രതീക്ഷ അവിടുത്തെ ഒരു ഇത് അവരാരെയും കേട്ടില്ല എന്നെ മാത്രം കേട്ടുന്നുള്ള ഒരു ഇതിൽ വന്ന അങ്ങനെ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കായിപ്പോയി. ആ ഒരു തന്നെ ഞങ്ങളുടെ നേരെ പോവുകയല്ലേ ചെയ്തത്. അതാണ് ആരും ഇല്ലാണ്ടായിപ്പോയത്. പിന്നെ അവര് ആ രാത്രി തന്നെ അങ്ങനെ എത്തിയത് കൊണ്ട് ഒരാളെങ്കിലും ഉണ്ടായിരുന്നു മാത്രം. പിന്നെ വേറെ ആർക്കും പിന്നെ ഒക്കെ വന്നു പോട്ടെ കഴിഞ്ഞപ്പോ വന്നൊക്കെ പോയി. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരു എനിക്ക് മറ്റേ സ്റ്റാൻഡായിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാ തയ്യാറെടുപ്പോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇവിടെ കൂടെ എല്ലാ പ്രാവശ്യവും ഡോക്ടറെ അടുത്തേക്ക് പോക്ക്. ഇനി ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കായിട്ട് തന്നെ ഞാൻ ഈ കാര്യം. പിന്നെ ഇവിടുന്ന് ഉമ്മ എന്ന് പറയണത് പഴയ ആരോഗ്യമൊന്നും ഇല്ല ഉമ്മക്ക്. പണ്ടൊക്കെ ഉമ്മ തന്നെ എല്ലാവരുടെ പ്രസവത്തിലും ഹോസ്പിറ്റലിലും ഉമ്മ സ്ഥിരം ഉണ്ടാവും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാവും. പിന്നെ അഡ്മിറ്റ് ആൻഡ് ഡിസ്ചാർജ് ആയി വരോളം നമ്മൾ കൂട്ടണം. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു കുട്ടീൻ്റെ അടുത്ത് നടക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കട്ടുമ്മ വീട് നോക്കിട്ടുമ്മ എന്നാണ് ഞങ്ങൾ നടക്കുക. അപ്പൊ അങ്ങനത്തെ ഉമ്മാനൊന്നും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഉമ്മ കുറേ വിഷമക്കല്ല വിഷമമാണ്. കാരണം ആദ്യമായിട്ടാണ് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. മറ്റേ വരണ്ട ഞാനുണ്ട് ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഞാനുണ്ട് നോക്കാന് നിങ്ങൾ വരണ്ടേ വയ്യാത്തോട്ട് നിങ്ങൾ. പക്ഷെ ഉമ്മ തന്നെ പറയണ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ മക്കളും മരക്കളും പ്രസവത്തില് ഞാൻ ഇല്ലാത്ത പ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. ശരിയാണ് ഉമ്മ അല്ലാത്ത അങ്ങനെ ശക്കത്തിന് ഉമ്മ ഉണ്ടാവും. ഇപ്പൊ ഉമ്മക്ക് പ്രായമായില്ലേ വയ്യ. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പിന്നെ കൊണ്ടുപോയില്ല. പിന്നെ നമ്മള് ആ ഒരു അങ്ങോട്ട് കാര്യം ഞങ്ങള് ഗൾഫിലാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് കൊടുക്കേണ്ടി വരും. അതെനിക്കറിയാം. പക്ഷെ നാട്ടിലാകുമ്പോ നമ്മക്ക് കുറെ ആൾക്കാരുണ്ടാവില്ല നമ്മളെ കൂടെ. ആ ഒരു ആൾക്കാരുണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലായാലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നി ഇതിപ്പോ ഞമ്മക്കൊരു പാടാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞമ്മക്ക് ഒറ്റക്ക് നേരിടാൻ കഴിയും എന്നുള്ളൊരു ഇതാണ് എനിക്ക് ഒരു അനുഭവമാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. നമുക്ക് മറ്റുള്ളവരുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല. അതിലുപരി നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അതെ നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ
നമ്മളെ കാര്യത്തിന് നമ്മൾ തന്നെ ഇറങ്ങിയാൽ അത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഞാൻ അവരെ കുറ്റം പറയേണ്ട, അവരെ കുറവും പറയേണ്ട എന്നുള്ളൊരു ഇതാണ് എനിക്ക് അവിടുന്ന് പഠിച്ച ഒരു അനുഭവം എനിക്ക് അവിടുന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റോറി സംഭവം അങ്ങനെയാണ്. ഞങ്ങളിത് കുറേ ദിവസമായിട്ട് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടായിരുന്നു. പക്ഷെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇതേ മുത്തുനും കിട്ടണം ഇതിങ്ങനെ പറയാനായിട്ട്. ഇതിപ്പോ പുറത്ത് സംഭവം കുറെ എനിക്കറിയാം. ഞങ്ങൾ രാവിലെ വിചാരിച്ചാണ് കുറെ ഞാൻ പറയാം നമുക്ക് എടുക്കണം വീഡിയോ ഇട്ടാന്ന് പറയുമ്പോ ഒരു സന്ദർഭം ഒഴിവിട്ടില്ല, കാര്യങ്ങളും കിട്ടിയില്ല. പിന്നെ ചെക്ക ഒന്ന് നീച്ചാല് പൂച്ചോർക്കായിട്ട് പിന്നെ അവനെ വെച്ചൊന്നും ഈ പകലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ രാത്രി ഇതേപോ 11 കാലായിട്ടാ സമയം. 11 കാലായിട്ടുണ്ട് രാത്രി കണ്ടോ. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേ പറ്റുന്നുള്ളൂ നീറ്റ്. ഉറങ്ങിയ സമയം നല്ല എ സി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ്. ഉറങ്ങൂല ആള്. ഞങ്ങള് അതായത് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോ പിന്നെ എന്താണ് എന്നിട്ട് ഞങ്ങള് വിശേഷങ്ങൾ ഞങ്ങള് വീഡിയോയില് ഞങ്ങള് ഫുള്ള് പ്രസവത്തിന്റെ കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ ഉണ്ടായതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോ നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്ന്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. അതെ, ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടില്ല ഏതാ ഹോസ്പിറ്റൽ എന്നുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്തോളി ഏതാ ഹോസ്പിറ്റൽ എന്നുള്ളത് ചോദിച്ചു. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ. എല്ലാരും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ് ഞങ്ങൾ ലൈവ് ഇടുന്നുണ്ട്, എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ലൈവ് ഇടാറുണ്ട്. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. 12 മണി ആ സമയത്തൊക്കെ ഞാൻ ഇപ്പൊ നോക്കായതുകൊണ്ടാണ് ആ സമയത്ത് വീഡിയോ ഇടുന്നത്, ലൈവ് ഇടണം കേട്ടോ. വൈകുന്നേരം എന്തായാലും പറ്റില്ല, അതുകൊണ്ട് രാവിലെ ഞാൻ ലൈവ് ഇടുന്നത്. അപ്പം എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ലോങ് വീഡിയോസ് ഞങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഇനി പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്, അതിൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇനി യൂട്യൂബ് ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് പഴയ പോലെ രൂപത്തിലാക്കണം എന്നാണ് ആഗ്രഹം കേട്ടോ. പറയാൻ പറ്റില്ല, കാരണം മൈൻഡൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ പണിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി വൈകുന്നേരം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഈ വീഡിയോ തന്നെ ഒരുപാട് ലേറ്റ് ആയത് മുത്തുന് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ വർക്കുള്ള സമയത്താണ് ഈ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോ ഈ വീഡിയോനെ കുറിച്ചിട്ട് പല ആൾക്കാരും നെഗറ്റീവായിട്ട് പറയാൻ ഇതുണ്ടാവും, ചാൻസ് ഉണ്ട്. ചാൻസ് തന്നെ 50% ചാൻസ് ഉണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് നെഗറ്റീവ് ഒന്നും നോക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ ചാനല് ഒന്ന് ഇതാക്കണം, ഡെവലപ്പ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങള് മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇതാണ്, ഒരു ചമ്മല് പോലെയാണ് ഒരു ഇതിലൊക്കെ. ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇൻട്രോ കൊടുത്തു. ഇപ്പൊ ഒരു വീഡിയോ എടുക്കാതായിട്ട് ഒരു ഇൻട്രോ കൊടുത്തു വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഈ വീഡിയോന്റെ ഫസ്റ്റ് കാണാം ഇങ്ങനെ ഞാനിങ്ങനെ ഒന്നും പറയാതിരിക്കുന്നത്. ഞാനിങ്ങനെ തയ്യാറെടുപ്പെടുക്കുക, എന്റെ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പെടുകയാണ്. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എവിടെ തുടങ്ങേണ്ടത്, എവിടെ അവസാനിപ്പിക്കേണ്ടതെന്നുള്ളത് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇവരുടെ ഇടയിൽ കയറി പണ്ട് മൂളിയിട്ടാണ് കയറാലോ വിചാരിച്ച്. നമ്മൾ ഈ സ്കൂളിൽ ബെഞ്ചിന്റെ ഇടയിൽ തിക്കുന്തരം കൂട്ടിയിട്ട് ബെഞ്ചിന്റെ ഇടയിൽ കയറില്ല, അതേമാതിരി ഇങ്ങനെ കയറാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ കയറി വർത്താനം പറയാൻ നിർത്തൂലോ. അപ്പൊ എല്ലാരോടും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാരും പ്രാർത്ഥന മാത്രം, ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവില്ല. അപ്പൊ ശരി, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.